കൊലവിളി പ്രസംഗവുമായി ബിജെപി നേതാവ് രംഗത്ത്. പ്രവർത്തകരെ തൊട്ട കരങ്ങളും തലകളും തേടി ഇറങ്ങുമെന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ്. ആ മുന്നേറ്റം തടയാൻ ഒരു പോലീസിനും കഴിയില്ലെന്നും സുരേഷ് വ്യക്തമാക്കുന്നു. വാക്കുകളിലേക്ക്. ആർഎസ്എസിന്റെ ഒരു ജില്ലാ നേതാവിനെ ആക്രമിച്ചതിന് ശേഷവും കഴിഞ്ഞ 20 ദിവസമായിട്ട് ആനാവൂരിൽ സമാധാനം നിലനിൽക്കുന്നുവെങ്കിൽ എന്റെ പോലീസുകാരായ ഇവിടുത്തെ ഡിവൈഎസ്പിയോടും സിഐയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് ഇവിടുത്തെ ആർഎസ്എസും ഭാരതീയ ജനതാ പാർട്ടിയും നൽകിയ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് സമാധാനം നിലനിൽക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഔദാര്യം ഒന്ന് മാത്രമാണ്. ആ ഔദാര്യം കൊണ്ടാണ് സമാധാനം നിലനിൽക്കുന്നത്. ഈ ഔദാര്യം എന്നാണോ ആർഎസ്എസ് അവസാനിപ്പിക്കുന്നത്, അന്ന് നിങ്ങൾ പിടിച്ചാൽ പിടികിട്ടാത്ത വിധത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും തൊട്ട കരങ്ങളും അതോടൊപ്പം തന്നെ തലകളും തേടിയിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ മുന്നേറ്റത്തെ തടയാൻ ഇവിടുത്തെ ഡിവൈഎസ്പി എത്ര പോലീസ് ഏമാന്മാരെ ഇവിടെ കൊണ്ടു നിർത്തിയാലും സാധിക്കില്ല എന്ന് ഇവിടുത്തെ ഡിവൈഎസ്പിയെ ഓർമ്മിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവുകയാണ്. ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ജിതിൻ, വളരെ കൃത്യമായി തന്നെ ആ വാക്കുകൾ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പ്രവർത്തകരെ തൊട്ട കരങ്ങളും തലകളും തേടി ഇറങ്ങും എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? സൗമ്യ, നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് സംഘപരിവാർ സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുരേഷ് ഈ പറഞ്ഞ വാക്കുകൾ അവിടെ പ്രസംഗിച്ചത്. കൊലവിളി പ്രസംഗം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയത്. തങ്ങളുടെ പ്രവർത്തകരെ തൊട്ട കരങ്ങളും തലകളും തേടി തങ്ങൾ മുന്നേറ്റം നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ആനാവൂർ പാറശാല മേഖലകളിൽ ദിവസങ്ങളായി CPM BJP സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ ഒരു RSS പ്രവർത്തകനെ വെട്ടിയ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇന്നത്തെ BJPയുടെ പോലീസ് സ്റ്റേഷൻ ഡിവൈഎസ്പി ഓഫീസിലേക്കുള്ള മാർച്ച്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ ഇത്തരത്തിൽ പ്രകോപനപരമായാണ്. പാറശാല, ആനാവൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സമാധാനം നിലനിൽക്കുന്നത് RSSന്റെ ഔദാര്യം മൂലമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. ഈ ഔദാര്യം തങ്ങൾ എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്ന് വരെയേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അന്ന് തങ്ങൾ ഈ ഔദാര്യം അവസാനിച്ചാൽ പിന്നെ തങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. ഒരു പോലീസിനും തങ്ങളെ തടയാനാവില്ല. നിങ്ങൾക്ക് ആർക്കും ഞങ്ങളെ തടയാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കളെയും തൊട്ട കരങ്ങളും തലകളും തേടി തങ്ങൾ മുന്നേറ്റം നടത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇത്തരത്തിൽ വളരെ പ്രകോപനപരമായാണ്. ശ്രീ വി ശിവൻകുട്ടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. താങ്കളും ആ വാക്ക് കേട്ട് കാണുമെന്ന് കരുതുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ അതിൽ പറയുന്നു, ഇപ്പോൾ സമാധാനം പുലരാൻ കാരണം ഞങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ഉള്ള ആളുകളുടെ പ്രവർത്തകരെ തൊട്ട കരങ്ങളും കൈകളും തലകളും തേടി ഇറങ്ങും എന്നാണ് ഈ ഒരു വിവാദ പ്രസംഗത്തിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഈ പ്രസംഗം, ഈ വെല്ലുവിളി പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങളോട് സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളോടും തിരുവനന്തപുരത്ത് സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളോടും പ്രത്യേകിച്ച് CPMന്റെ പ്രവർത്തകരെ വകവരുത്തുമെന്നും വെല്ലുവിളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരെ കൊല ചെയ്യുമെന്ന് തന്നെ പരസ്യമായി പറഞ്ഞുകൊണ്ട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് സുരേഷ് നടത്തിയ പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണ്. സംസ്ഥാനത്തിന്റെ പോലീസ് ഉന്നതാധികാരികൾ, DGP തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ അതേ ഭാഷയിലൊന്നും മറുപടി പറയുന്നതിന് വേണ്ടി CPM ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ആയുധം കൊണ്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, ഞങ്ങൾ ആശയം കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. BJP സംബന്ധിച്ചിടത്തോളം ആയുധം കൊണ്ടും തങ്ങൾക്കെതിരെ നിൽക്കുന്നവരുടെ തല വെട്ടിയെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. 2 ദിവസം മുമ്പെയാണ് സുനിൽ യാദവ് എന്ന് പറയുന്ന ഡൽഹിയിലെ യുവമോർച്ചയുടെ പ്രസിഡന്റ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഡൽഹിയിൽ ഇറങ്ങാൻ അനുവദിക്കില്ലെന്നും ഇറങ്ങിയാൽ വകവരുത്തുമെന്ന് പ്രഖ്യാപിക്കുന്നതിനുണ്ട് തയ്യാറായത്. ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ തല വെട്ടിയെടുത്താൽ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചത് BJPയുടെ നേതാവാണ്. ഈ കേരള സംസ്ഥാനത്ത് ഇതെല്ലാം നടക്കുന്നത് ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകെയുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ O രാജഗോപാലും അതുപോലെ ശ്രീ കുമ്മനം രാജശേഖരനുമാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളവും
അവരെ പാർട്ടിക്കകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം കേരളത്തിലെ ചില സ്വകാര്യ മെഡിക്കൽ കോളേജിന് വാങ്ങിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചില ആനുകൂല്യങ്ങൾ ഇവിടെ കേരളത്തിലെ ചില സ്ഥാപനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ BJPയുടെ കമ്മിറ്റിയിൽ തന്നെ BJPയുടെ ഒരു ഭാഗം ആൾക്കാർ ഉന്നയിക്കപ്പെടുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഈ രൂപത്തിൽ പ്രസംഗം നടത്തുന്നത്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് സുരേഷിനെതിരായിട്ട് ഞാൻ തന്നെ മുമ്പ് ഒരിക്കൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയുണ്ടായി. അദ്ദേഹം എന്നെ വളരെ മ്ലേച്ഛമായ ഭാഷയെ എന്നെ ആക്ഷേപിച്ചുകൊണ്ടും എന്നെയും വകവരുത്തുമെന്ന ധ്വനി വരുന്ന രൂപത്തിൽ അദ്ദേഹം പത്രത്തിൽ ഒരു പ്രസ്താവന കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഞാനൊരു വക്കീൽ നോട്ടീസ് അയച്ചതിന് ശേഷം അതിനുള്ള മറുപടിയായിട്ട് വേറൊന്നും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇവിടെ നെയ്യാറ്റിൻകര നടത്തിയിട്ടുള്ള പ്രസംഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കും. ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം പരാതി കൊടുക്കും. അതല്ലാതെ അദ്ദേഹം പറഞ്ഞ പോലെ രൂപത്തിലുള്ള കൊലവിളി നടത്തുന്നതിന് വേണ്ടി ഉള്ള അങ്ങനെയുള്ള സംസ്കാരമല്ല CPMന്റെ സംസ്കാരം എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ ശിവൻകുട്ടി, സർക്കാർ സംവിധാനത്തെ പോലും വെല്ലുവിളിക്കുകയാണ്. അവിടെ എതിര് നിൽക്കുന്ന ഒരു പോലീസുകാരനും ഒരു ഡിവൈഎസ്പിക്കും തങ്ങളെ തടയാനാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ സമീപകാലത്തായി നമുക്കറിയാം കേരളത്തിലുടനീളം പല ഭാഗത്തായി BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും കൊലപാതകം അടക്കമുള്ള പല കാര്യങ്ങളിലും പലപ്പോഴും കേന്ദ്രത്തിൻ്റെതടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഭരണമുണ്ട് എന്നൊരു ധാർഷ്ട്യമാണ് എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വെല്ലുവിളി. ഒരുപക്ഷെ ആ ഒരു സമീപനം തന്നെയാണോ ഇവിടെ ഈ അഡ്വക്കേറ്റ് സുരേഷും സ്വീകരിക്കുന്നത്? വളരെ ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. 15% വോട്ട് കേരളത്തിൽ നേമത്ത് വോട്ട് കച്ചവടം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ ഏതാനും വോട്ടുകൾക്ക് അവിടെ ജയിക്കുന്നതിന് വേണ്ടി തയ്യാറായി. കോൺഗ്രസും രാജഗോപാലും തമ്മിൽ ഉണ്ടാക്കിയ രഹസ്യ ധാരണ UDF സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ കെട്ടിവെച്ച് കാശ് നഷ്ടപ്പെട്ട ഏക മണ്ഡലം നേമമണ്ഡലം. ഞാൻ കഴിഞ്ഞ വർഷം നേമമണ്ഡലത്തിൽ എനിക്ക് 50,000 വോട്ട് കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം ഏതാണ്ട് 59,000 60,000-ഓളം വരെ വോട്ട് ലഭിച്ചു. അപ്പൊ അത് സാങ്കേതികപരമായി എങ്കിൽ തന്നെ രാജഗോപാൽ ജയിച്ചു. ഒരു സീറ്റ് ജയിക്കുകയും 15% വോട്ട് കിട്ടിയ അവസരത്തിൽ ഈ രൂപത്തിൽ കൊലവിളി നടത്തിയാൽ കേരളത്തിൽ ഒരു കുറച്ചുകൂടെ ഒരു അസംബ്ലി സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം വന്ന കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതി എന്താവും? ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്താവും? മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താവും? ന്യൂനപക്ഷത്തിന്റെ സ്ഥിതി എന്താവും? സാധാരണക്കാരന്റെ സ്ഥിതി എന്താവും? അപ്പോ ഇത് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്രമന്ത്രിമാരുടെ ഒത്താശയുണ്ട്, കേന്ദ്രമന്ത്രിമാരുടെ പിന്തുണയുണ്ട്. ചില രാജ്യസഭാ മെമ്പർമാരെ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളുടെ ചുമതല കൊടുത്തിരിക്കുകയാണ്. ഇഷ്ടം പോലെ കാശ് കേന്ദ്രത്തിൽ നിന്ന് BJP കൊടുക്കുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ രാജ്നാഥ് സിംഗും അതേപോലെ തന്നെ അമിത്ഷായും ഒക്കെ തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും വരികയാണ്. അവരുടെയൊക്കെ തന്നെ പിൻബലം വെച്ചുകൊണ്ടാണ് ഈ കൊലവിളി സുരേഷിനെ പോലുള്ള ചോട്ട നേതാക്കൾ നടത്തുന്നുള്ള കാര്യം പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്. അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കർശനമായ നടപടി എടുക്കുന്ന കാര്യത്തിൽ അറസ്റ്റ് നിൽക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കണം. കർശനമായ നടപടി സ്വീകരിക്കണം ഈ പ്രസംഗത്തിന്റെ പേരിൽ. ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഇന്ന് ഈ പ്രസംഗത്തിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദി സുരേഷ് ആയിരിക്കും. അവിടെയാണ് ശ്രീ ശിവൻകുട്ടി, നമുക്കറിയാം ഒരു ഭാഗത്ത് കണ്ണൂരിലടക്കം സമാധാനം പുനഃസ്ഥാപിക്കാനായുള്ള വലിയ ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏറ്റവും പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് CPMന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടക്കുന്നു എന്ന് പ്രത്യേകിച്ച് കുമ്മനത്തിന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ പ്രകോപനപരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ BJPയുടെ ഭാഗത്തു നിന്നും ആവർത്തിച്ച ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. അതും ഗൗരവതരമല്ലേ? കുമ്മന രാജശേഖരൻ വളരെ നിലവാരം കുറഞ്ഞ സംസ്ഥാന പ്രസിഡന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുമ്മൻ രാജശേഖരൻ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ അറിയപ്പെടുന്നത് നിലയ്ക്കൽ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ നിലയ്ക്കൽ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത നേതാവാണ് കുമ്മൻ രാജശേഖരൻ. BJPയുടെ ഒരു സാധാരണ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെയാണ് ഏറ്റവും നല്ല വർഗീയവാദി ആയതുകൊണ്ട് കുമ്മൻ രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റായി മാറ്റിയത്. അപ്പോൾ കുമ്മൻ രാജശേഖരൻ ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റ് എന്നതിൽ അപ്പുറമായിട്ട് വ്യാജ CD ഉണ്ടാക്കുന്ന വ്യക്തി കൂടിയായി മാറിയിരിക്കുകയാണ്. കണ്ണൂർ നടന്ന സംഭവത്തിൽ മാർക്സിസ്റ്റുകാർ ആഹ്ലാദ പ്രകടനം നടത്തുന്ന വ്യാജ CD CDയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തണം, നടപടി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇന്ന് വീണ്ടും അദ്ദേഹം
ആവർത്തിച്ച് അത് അദ്ദേഹത്തിന്റെ സ്ഥാനം നിലപാട് ആവർത്തിച്ച് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ ഒരു കലാപം അവരുടെ ആവശ്യം കേരളത്തിലെ പട്ടാള ഭരണം ഉണ്ടാവുക, കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടുക. അതാണ് ഗവർണർക്കെതിരെ ഗവർണർ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു. അപ്പൊ അതുകൊണ്ട് ഗവർണറെ വരട്ടാൻ വേണ്ടി നോക്കുകയാണ്. ഇതൊന്നും കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തില് നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് കാലം തെളിയിക്കുമെന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യെസ്, നന്ദി ശ്രീ വി ശിവൻകുട്ടി അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും വീണ്ടും കൊലവിളി പ്രസംഗവുമായി BJP നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രവർത്തകരെ തൊട്ട കരങ്ങളും തലകളും തേടി ഇറങ്ങും എന്നാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് S സുരേഷിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം തിരികെ എത്താം. RSSന്റെ ഒരു ജില്ലാ നേതാവിനെ ആക്രമിച്ചതിന് ശേഷവും കഴിഞ്ഞ 20 ദിവസമായിട്ട് ആനാവൂരിൽ സമാധാനം നിലനിൽക്കുന്നുവെങ്കിൽ എന്റെ പോലീസുകാരായ ഇവിടുത്തെ DYSPയോടും CIയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് ഇവിടുത്തെ RSSും ഭാരതീയ ജനതാ പാർട്ടിയും നൽകിയ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് സമാധാനം നിലനിൽക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഔദാര്യം ഒന്ന് മാത്രമാണ്. ആ ഔദാര്യം കൊണ്ടാണ് സമാധാനം നിലനിൽക്കുന്നത്. ഈ ഔദാര്യം എന്നാണോ RSS അവസാനിപ്പിക്കുന്നത്, അന്ന് നിങ്ങൾ പിടിച്ചാൽ പിടികിട്ടാത്ത വിധത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും തൊട്ട കരങ്ങളും അതോടൊപ്പം തന്നെ തലകളും തേടിയിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ മുന്നേറ്റത്തെ തടയാൻ ഇവിടുത്തെ DYSP എത്ര പോലീസ് ഏമാന്മാരെ ഇവിടെ കൊണ്ടു നിർത്തിയാലും സാധിക്കില്ല എന്ന് ഇവിടുത്തെ DYSPയെ ഓർമ്മിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവുകയാണ്. ജിതിൻ ചന്ദ്രൻ ഞങ്ങളുടെ റിപ്പോർട്ടർ ഒരിക്കൽ കൂടി ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജിതിൻ, ഒരുപക്ഷെ ഇവിടെ സുപ്രധാനമായ ഒരു വിഷയം, ഇത് BJPയുടെ ഏതെങ്കിലും ഒരു ചെറിയ പരിപാടിയല്ല, അതിനും അപ്പുറത്തേക്ക് ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു, ഒരുപക്ഷെ പൊതുജനങ്ങൾ അടക്കം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ്. ആ വിധത്തിൽ തന്നെ ആയിരുന്നു, അതിനിടയിൽ തന്നെ ആയിരുന്നു സുരേഷ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനെ ഒരു കൊലവിളി പ്രസംഗം നടത്തുന്നത്? തീർച്ചയായും സൗമ്യ, നെയ്യാറ്റിൻകര DYSP ഓഫീസിലേക്ക് സംഘപരിവാർ സംഘടനകൾ ഒന്നടങ്കം നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് BJP ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് S സുരേഷ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ആനാവൂരിൽ 20 ദിവസം മുമ്പ് RSS പ്രവർത്തകനായ ഒരാൾക്ക് വെട്ടേറ്റിരുന്നു. ആ RSS പ്രവർത്തകനെ ആക്രമിച്ച പ്രതികളെ പോലീസ് പിടികൂടുന്നില്ല എന്നാരോപിച്ചായിരുന്നു BJPയുടെ DYSP ഓഫീസിലേക്കുള്ള മാർച്ച്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് വളരെ പ്രകോപനപരമായ രീതിയിൽ ഇനിയും തങ്ങളുടെ ഭാഗത്തുനിന്ന് അക്രമങ്ങൾ ഉണ്ടാകും എന്ന് വെല്ലുവിളിച്ച് പറയുന്ന രീതിയിൽ പ്രകോപനപരമായ കൊലവിളി പ്രസംഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആനാവൂരിൽ ഇപ്പോൾ സമാധാനം പുലരുന്നുണ്ടെങ്കിൽ അത് RSSന്റെ ഔദാര്യം മൂലമാണ്. ആ ഔദാര്യം തങ്ങൾ എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്ന് മുതൽ തങ്ങളെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല, പോലീസിന് പോലും തങ്ങളെ തടയാനാകില്ല. തങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കളെയും തൊട്ട തലകളും കരങ്ങളും തേടി തങ്ങൾ മുന്നിട്ടിറങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകും എന്നതിന്റെ ഒരു തരത്തിലുള്ള സൂചനയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് വ്യാഖ്യാനിക്കാവുന്ന, വ്യക്തമായി പറയാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇത്തരത്തിൽ വലിയ തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ വലിയ അക്രമ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് തുടർന്നും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ഈ വെല്ലുവിളിയുടെ നടത്തിയിരിക്കുന്നത്. പാറശാല അടക്കം തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി RSS BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM RSS സംഘർഷങ്ങൾ പല സ്ഥലങ്ങളിലും പലതവണ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ BJP ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. നെയ്യാറ്റിൻകര DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഒട്ടേറെ പേർ പങ്കെടുത്ത മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്. പരസ്യമായി അദ്ദേഹം ഇത്തരത്തിലൊരു കൊലവിളി പ്രസംഗം, പ്രകോപനപരമായ രീതിയിലുള്ള പ്രസംഗം നടത്തുമ്പോൾ വരും ദിവസങ്ങളിൽ അതനുസരിച്ചുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കുമോ എന്നതാണ് വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് നടപടിയെടുക്കണമെന്നാണ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ വി ശിവൻകുട്ടി MLA അല്പസമയം മുമ്പ് നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രകോപനപരമായ രീതിയിലുള്ള കൊലവിളി പ്രസംഗം തന്നെയാണ് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S സുരേഷ് നെയ്യാറ്റിൻകരയിൽ നടത്തിയിരിക്കുന്നത്. സൗമ്യ, യെസ്, ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരുകൾ പോയ ശേഷം തിരികെ എത്താം. കൊലവിളി പ്രസംഗമാണ് ഇപ്പോൾ തിരുവനന്തപുരം BJP ജില്ലാ പ്രസിഡന്റ് സുരേഷ് നടത്തിയിരിക്കുന്നത്. പ്രവർത്തകരെ തൊട്ട കരങ്ങളും തലകളും തേടി ഇറങ്ങും എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാത് സമയത്ത് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന് എക്കാലത്തും ഈ പിണറായി വിജയന്റെ നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്, പിണറായി വിജയന്റെ പിണറായിയിൽ പോലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള പ്രസ്ഥാനത്തിന് ആനാവൂർ എന്ന് പറയുന്നത് ഒരു ഉറുമ്പാണ്. ആനാവൂർ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് മ്ലേച്ഛമായിട്ടുള്ള
ഒരു നേതാവാണ്, ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും. പോലീസ് ഇനിയെങ്കിലും നീതി നടപ്പാക്കാൻ തയ്യാറാകണം. ഞങ്ങൾ അന്ത്യശാസ്ത്രം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ പച്ചപ്പായിട്ടുള്ള കേരളത്തിലെ കമ്മ്യൂണിസത്തെ നശിപ്പിക്കും.